സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇത്തിരി നേരം ഇതിലൊന്ന് സഹകരിക്കാമെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ദൈവം വിടുതൽ നൽകും. കാരണം ദൈവവചനത്തിൻ്റെ ലഹരി അഥവാ ശക്തി അങ്ങനെയാണ്. അത് അതിൽ തന്നെ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഏകാഗ്രതയോടെ ആയിരിക്കുന്നവർക്കുമേ അത് ലഭ്യമാകും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ അധികമായി ചിന്തിക്കാത്തതും പരിശോധിക്കാത്തതും മനസ്സിലാകാത്തതുമായ ഒരു വിഷയത്തെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കുവാനുള്ള, ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, പഠിക്കാനുള്ള ഒരവസരമായി തീരണമെന്ന ആഗ്രഹത്തോടെ ഞാനിത് ദൈവനിയോഗത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു, 2 വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പകൽ സമയം എപ്പിസോഡ് സ്പോൺസർ ചെയ്ത മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഉള്ളം കയ്യിൽ അവരെ പരമേൽപ്പിക്കുന്നു. അവരുടെ എല്ലാ സംരംഭങ്ങളുടെ മേലും അങ്ങയുടെ ദയാകടാക്ഷമുണ്ടായിട്ട് അധികമായി അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുകയും അങ്ങയുടെ വേലയോടും അങ്ങയുടെ രാജ്യത്തോടും അവർക്ക് സ്നേഹവും പ്രത്യാശയും വർദ്ധിക്കുകയും ചെയ്യാൻ ഇടയാകുമാറാകട്ടെ. വീണ്ടും തുടരാൻ അവരെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കാമെന്ന് പറഞ്ഞ വിഷയം ആകാശം ഭൂമി മാറിപ്പോകുമ്പോഴും മാറ്റമില്ല എന്ന് ഉടമസ്ഥനും യജമാനനും അതിൻ്റെ സർവവല്ലഭനുമായ കർത്താവിൻ്റെ ശബ്ദം ഓർക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആദ്യകാലമായിരിക്കുന്ന ആദാം എന്ന് പറയുന്ന മനുഷ്യൻ, അത് ലോകാരംഭം മുതലുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ മുതൽ ഇങ്ങോട്ടുള്ള സകല കാലങ്ങളിലും ഓരോരോ യുഗങ്ങളായി തിരിച്ച് കർത്താവ് ആ ഓരോ യുഗങ്ങളിലും ചെയ്യാവുന്ന കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി. അപ്പോൾ പഴയ നിയമത്തിന് യുഗങ്ങളുണ്ട്, പുതിയ നിയമത്തിന് യുഗങ്ങളുണ്ട്. പഴയ നിയമത്തിലെ യുഗങ്ങളിലേക്ക് പോകാതെ പുതിയ നിയമത്തിലെ യുഗങ്ങൾ ആരംഭിക്കുന്ന എവിടെ നിന്നാണെന്നും അതെങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അത് എത്രയാണെന്നും നമുക്ക് ഈ പറയപ്പെട്ട വചനത്തിൽ നിന്ന് പരിശോധിക്കാം. അതിനാമുഖമായി യെശയ്യാ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ വായ കൽപ്പിച്ചു, ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തി. അങ്ങനെയുള്ള ആ ഔദ്യോഗിക ആധികാരികതയ്ക്ക് പറഞ്ഞ മറ്റൊരു പ്രയോഗമാണ് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കാൻ. യഹോവയുടെ പുസ്തകമാണെന്ന് സമർത്ഥിക്കുന്നു, അന്വേഷിച്ച് വായിച്ചു നോക്കുവാനുള്ള ആലോചന അവിടെ നിന്ന് നൽകുന്നു. അപ്പോൾ യഹോവയുടെ പുസ്തകം എന്നത് നമുക്ക് അതിൽ നിന്നുകൊണ്ടാണ്, അതിൻ്റെ അതിരിനകത്ത് നിന്നുകൊണ്ടാണ്, അതിനകത്തൊരു നീതിയുണ്ട്,
അതിനകത്ത് സത്യമുണ്ട്, അതിനകത്ത് ന്യായമുണ്ട്, അതിനകത്ത് വ്യവസ്ഥയുണ്ട്. നീതിയും ന്യായവും സത്യവും വ്യവസ്ഥയും കൃത്യമായി പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്നിട്ടാണ് നമ്മൾ യുഗങ്ങളെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ തലവാചകം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ യുഗപരിപാടി അറിയണം. ദൈവത്തിൻ്റെ യുഗപരിപാടി അതറിയുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ഇരുട്ടിൽ തപ്പുന്നത് പോലെ ആയിരിക്കും. എന്തൊക്കെ അറിയാം, കുറേ അതിലൊക്കെ അറിയാം, ഒന്നും ഒരു സിസ്റ്റമില്ല, ഒന്നിനും ഒരു ക്രമമില്ല, ഒന്നിനും ഒരു ചേർച്ചയില്ല, അഥവാ ബോധ്യമില്ല. അങ്ങനെ വരല്ലേ? അതുകൊണ്ട് വളരെ താല്പര്യമായി ശ്രദ്ധിക്കുക. കേൾവിക്കാരായ ശ്രോതാക്കൾക്ക് വേണ്ടി, ലോകത്തിലെ മുഴുവൻ ജനത്തിനും വേണ്ടിയാണ് ദൈവം തയ്യാർ ചെയ്തിരിക്കുന്നത്, എന്നെ കൊണ്ടിത് പറയിപ്പിക്കുന്നത്. ഓക്കെ, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 50-51 വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ പറയുന്ന ഉദ്ദേശം പുതിയ നിയമ യുഗാരംഭത്തിൻ്റെ പരസ്യമായ അടയാളം. പുതിയ നിയമ യുഗം എന്ന് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണ യുഗം പര്യവസാനിക്കുകയും കൃപായുഗം പുലരുകയും ചെയ്യുന്ന ആ കൃപായുഗത്തിനാണ് പുതിയ നിയമ യുഗം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് പുതിയ നിയമ യുഗത്തിൻ്റെ ആരംഭവും അതിൻ്റെ അടയാളങ്ങളും നമുക്കൊന്ന് നോക്കാം. നമുക്ക് എന്താണ് ദൈവം അതിന് അടയാളം തന്നിരിക്കുന്നത്? ശരി, മത്തായി എഴുതിയ സുവിശേഷം 27-50-51. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ്. അത് നമുക്ക് പിന്നീട് വായിക്കാം. ദൈവാലയത്തിലെ തിരശീല രണ്ടായി ചീന്തിപ്പോയി. അതെപ്പോൾ എന്ന് അവിടെ പറഞ്ഞത് അപ്പോൾ എന്നാണ് വായിച്ചത്. 50-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടി കേൾവിക്കാരുടെ ശ്രദ്ധയ്ക്കും സൗകര്യത്തിനും വേണ്ടി ആ 50-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചിരിക്കും. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. മതി. ദൈവാലയത്തിലെ തിരശീല ചീന്തിപ്പോയി. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ തിരശീലയും യേശുവിന്റെ മരണവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ കൃപായുഗം ആരംഭിക്കുന്നതിനുള്ള അടയാളമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കൃപായുഗത്തിന് മുമ്പുള്ള യുഗത്തിൻ്റെ പേരെന്താ? ന്യായപ്രമാണ യുഗം. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. രണ്ടും വെവ്വേറെയാണ്. വെവ്വേറെ നമ്മളത് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം, അതിന് നമുക്ക് മനസ്സുണ്ടാകണം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പോകുമ്പോൾ ആ കാര്യത്തിൻ്റെ ഒരു സൂചനയുടെ കാണാൻ കഴിയും. 10-4 വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു ക്രിസ്തു. അപ്പൊ ന്യായപ്രമാണം വഴിമാറുകയും പുതിയ നിയമ കൃപായുഗം ആരംഭത്തിലേക്ക് വരികയും അല്ലെങ്കിൽ പുലരുകയും ചെയ്യുന്ന ഈ സമയത്ത് ദൈവാലയത്തെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തി പോകുന്നു. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാതിരുന്നാൽ, മർക്കോസ് 12:24 യേശു പറഞ്ഞത് വളരെ ഗൗരവമായ പ്രസ്താവനയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 12:24. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പറയുമ്പോൾ
തെറ്റിപ്പോകാതിരിക്കുവാൻ ഈ പുസ്തകത്തിൽ ഇത് മുന്നമേ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലോകത്തിൽ എത്ര ഭാഷകളുണ്ടോ അത്രയും ഭാഷകളിൽ തന്നെ ഏകദേശം അവരവരുടെ മാതൃഭാഷയിൽ വായിച്ച് കണ്ടുപിടിക്കാമല്ലോ. മഹാന്മാരായ ധാരാളം പേർ, കോടതി കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർ, ലോകത്തിലെ ഉന്നതരായ ഒത്തിരി ആൾക്കാർ ഇത് വായിക്കുകയും പരിശോധിക്കുകയും ഇതിന് സമാന്തരമായി മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് പറയുകയും ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി ഒരാൾ ബൈബിൾ പഠിക്കുന്നില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പോലും പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോകാതിരിക്കുവാനുള്ള ഒരു സിഗ്നല്, മുന്നറിയിപ്പ്, സന്ദേശം, സാധ്യതയുള്ള വഴിത്താര, വഴി കാണിക്കുന്ന ഗ്രന്ഥം. അപ്പോൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാതിരിക്കാൻ തെറ്റിച്ച് കളയുന്ന എതിരായ ശക്തി ഇവിടെയുണ്ട്. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണ കാലം കൃപായുഗമായിരുന്നു. ഞാനിത് ഘട്ടം ഘട്ടമായി ഭാഗം ഭാഗമായി തിരുവെഴുത്തിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഏത് മനുഷ്യർക്കും ലളിതമായ ഭാഷയിൽ ഇത് കാലങ്ങളായി എന്ന് പറഞ്ഞാൽ അരനൂറ്റാണ്ടോളം കാലം പല ബൈബിൾ വിശ്വാസികളെയും വ്യക്തിപരമായും കൂട്ടമായും യോഗങ്ങളിലായും കണ്ട് കേട്ട് അവരെ വിവേചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിലധികം പേർക്കും കാര്യങ്ങളെപ്പറ്റി ABCD അറിയത്തില്ല. നാടൻ പഴമൊഴി പറയുന്നത് പോലെ കഥയറിയാതെ ആട്ടം കാണുകയാണ്. എന്താ പറയുന്നത്, എന്താ കേൾക്കുന്നത്, എങ്ങനെ ആയിരിക്കുന്നത്? ഒരു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ശ്രോതാക്കൾക്ക് രുചികരമായി തോന്നിയില്ലെങ്കിലും സുവിശേഷത്തിൻ്റെ ആത്മശക്തി ദൈവം എന്നിൽ പകർന്നതുകൊണ്ട്, ആ നിയോഗം എനിക്ക് തന്നതുകൊണ്ട്, സുവിശേഷം ലോകത്തിന് കൊടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട അനേകരിൽ ഒരാളായി എന്നെ നിർത്തിയതുകൊണ്ട് എനിക്ക് ആ ബോധ്യമുണ്ടായി. ദീർഘനാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അതിലുള്ള എല്ലാവരെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരാളുടെ പേര് പറയാൻ നല്ലൊരു സമൂഹത്തിൻ്റെ പേര് പറയുന്നു. അപ്പം ആ സമൂഹം ഈ സത്യം പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. പഴയ നിയമസഭ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മാത്രമാണ്. ഇസ്രായേൽ ജനമാകുന്ന സഭയുടെ ജീവിത ചിട്ടയ്ക്ക് വേണ്ടി ചട്ടം കൊടുത്തതുപോലെ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളാകുന്നു എന്ന് പറഞ്ഞ തിരുവെഴുത്ത് പ്രകാരം ആ പഴയ നിയമ ചട്ടങ്ങളാകുന്ന ന്യായപ്രമാണത്തിൻ്റെ പിന്തുടർച്ച അല്ല പുതിയ നിയമം. യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ 1000 പ്രാവശ്യം ആണയിട്ട് തറപ്പിച്ച് ഉറപ്പിച്ച് ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ അതിരിനകത്ത് നിന്നുകൊണ്ട് പറയുന്നു, അല്ല,
അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകം ഉൽപ്പത്തി മുതൽ മലാഖി കൊണ്ട് അവസാനിക്കുമ്പോൾ അത് ആ യുഗം തീരുകയാണ്. കൃപായുഗം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണസമയം മുതലാണ്. മരണസമയം മുതൽ അപ്പോൾ ദൈവാലയം അറിഞ്ഞു. പിന്നാലെ പറയാം, ദൈവാലയം അറിഞ്ഞു ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്ന്. ദൈവാലയത്തെ തിരശ്ശീല മുഖത്തോട് അടിയോളം രണ്ടാഴ്ച ചീന്തിപ്പോയി. സ്തോത്രം സ്തോത്രം. ജോസിഫസ് എന്ന പേരായ ഒരു യഹൂദ ചരിത്രകാരൻ ഈ തിരശ്ശീലയെക്കുറിച്ച് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ തിരശ്ശീലയ്ക്ക് 70 അടി നീളം, 30 അടി വീതി, 4 ഇഞ്ച് കനം. മനുഷ്യന്റെ ഇഷ്ടാനുസരണം സൗകര്യാർത്ഥം ഉണ്ടാക്കപ്പെട്ട തിരശ്ശീല അല്ലത്, ഉണ്ടാക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ നൂലേതാണെന്നും നീളം എത്രയായിരിക്കണമെന്നും വീതി എത്ര ആയിരിക്കണമെന്നും എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നും എന്തിനാണത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാര്യകാരണസഹിതം പുരോഹിതന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 70 അടി നീളം, 30 അടി വീതി, 4 ഇഞ്ച് കനമുള്ള ദൈവാലയത്തിലെ തിരശ്ശീല യേശുക്രിസ്തുവിന്റെ മരണവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവിടെയാണ് നമ്മൾ വരേണ്ടത്. ഇതൊക്കെ തള്ളിക്കളയാനും മറ്റൊരു നിലയിൽ വ്യാഖ്യാനിക്കാനും ആരെങ്കിലും മുതിർന്നാൽ അവർക്ക് ബൈബിൾ വിളിക്കുന്ന പേരാണ് അവർ വിപരീത സുവിശേഷം പ്രസംഗിക്കുന്ന ശാപഗ്രസ്തരാണ്. വിപരീത ഉപദേശം, വിപരീത സുവിശേഷം പ്രസംഗിക്കുന്ന ശാപഗ്രസ്തരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-18 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിന് നിറവിൽ ഒരു ശുപാർശ പറയുന്നു. ആ ശുപാർശ എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കണമേ എന്നാ. ഇങ്ങനെ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിലെ ഇപ്പം നമ്മൾ വായിച്ച ഭാഗം ഇരുപക്ഷം എന്ന് പറയുന്നു, മറ്റൊന്ന് വേർപാടെന്ന് പറയുന്നു, പിന്നെ വേറൊന്ന് നടിച്ചുവരെന്ന് പറയുന്നു. ഇത് അക്ഷരീകമായ മതിലല്ല, ചുമരുമല്ല, മറിച്ച് ആത്മീയ നിയമങ്ങളുടെ പുസ്തക താളുകളിൽ കിടക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് തിരശ്ശീല കീറിയത്? തിരശ്ശീലയ്ക്ക് അപ്പുറം ഇപ്പുറം എന്താണ്? അധികം പേർക്കും അറിയാൻ വയ്യാത്തവരും ചിലരുണ്ടാവും. ഒന്ന് പറഞ്ഞേക്കട്ടെ, അന്നത്തെ ദൈവാലയത്തിന് 3 ഭാഗങ്ങളാണ്. അന്നത്തെ ദൈവാലയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ ഒരു ആലയം ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് യഹൂദന്റെ ദൈവാലയം അത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്നും 40 നാൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് യഹോവയുടെ കൂടെ പർവ്വതത്തിലായിരുന്ന മോശയ്ക്ക് കൊടുത്ത പ്ലാനിങ്ങിനാണ് ഉണ്ടാക്കിയത്.
ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ. ആ പ്ലാനിങ്ങിൽ ഉണ്ടായത് 3 ഭാഗമായിട്ടാണ്. ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം പ്രാകാരം, രണ്ടാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം, മൂന്നാമത്തെ ഭാഗം അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലുള്ളവർക്ക് വിശുദ്ധ സ്ഥലത്ത് വരാൻ പാടില്ല. വിശുദ്ധ സ്ഥലത്ത് വരുന്നവർക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കയറാനും പാടില്ല. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ തിരിച്ചിരിക്കുന്നതിനാണ് വേർപാടെന്ന് പറയുന്നത്. ആ തിരിവിനാണ് ഇട്ടത് തിരശ്ശീല. ആ തിരശ്ശീല ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാൻ പാടില്ല. അത് തിരശ്ശീലയ്ക്ക് അകത്ത് എന്ന് പറഞ്ഞാൽ തിരശ്ശീലയ്ക്ക് ഉള്ളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. എപ്പോഴൊക്കെ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന സ്ഥലം അതിവിശുദ്ധ സ്ഥലമാണ്. ഒരിക്കൽ മോശയോട് പറഞ്ഞു, മോശേ, ഇതാ ഞാൻ പർവ്വതത്തിൽ ഇറങ്ങി വരിക്കുന്നത് നീ കാണുന്നല്ലോ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുന്നു. മോശയുടെ കാലം കഴിഞ്ഞ് യോശുവ വന്നു. യോശുവയോടും ഇതേ രീതിയിൽ തന്നെ യഹോവയായ ദൈവം അരുളി ചെയ്തു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. ദൈവ സാന്നിധ്യം അക്ഷരീകമായി എവിടെ ഇറങ്ങി വരുന്നുവോ അവിടെ എല്ലാം വിശുദ്ധ സ്ഥലമാണ്. അങ്ങനെ ആ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർപിരിക്കുന്ന ഇടമായിരുന്നു തിരശ്ശീല. ആ തിരശ്ശീലയാണ് ചീന്തിയത്. എന്നിട്ടാണ് ഇരുപക്ഷത്തെയും ഒന്നാക്കിയത്. എനിക്കിത് പറയാൻ ഒത്തിരി ആവേശമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധിയും ആവശ്യങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നതുകൊണ്ടും ഞാനതിനെ ചുരുക്കുകയാണ്. വേർപാട്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള വേർപാട്, വിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിലുള്ള വേർപാട്, ഇത് നീക്കം ചെയ്തതിനാണ് നടിച്ചുവറിടിച്ചു എന്ന് പറയുന്നത്. ഇരുപക്ഷത്തെയും രണ്ടല്ല, ഇനി ഒന്നാക്കി. അത് നമുക്ക് പിന്നാലെയുള്ള എപ്പിസോഡിൽ പറയാം. അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, പാരമ്പര്യവാദികളായിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും ചിലപ്പോൾ സമ്മതിക്കത്തില്ല. എബ്രായലേഖനം 10:19 വായിച്ച് 19-20. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, ജീവനുള്ള പുതുവഴി, ശരീരത്തെ ചീന്തിയ പുതുവഴി. ശരീരം വലിച്ചു ചീന്തിയെന്നല്ല, അവന്റെ വിലാപ്പുറം ക്രൂരരായ റോമൻ പടയാളികൾ ചാട്ടവാറുകൊണ്ട് അടിച്ച് നീളത്തിൽ കീറി, ഉഴവുചാല് പോലെ നീളത്തിൽ കീറി. ഈ മരണം എല്ലാ മനുഷ്യരെയും ഒന്നാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആരാധനാക്രമങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിത സ്റ്റൈൽ, ഇതെല്ലാം ഒന്നാക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യരെല്ലാം നിമിത്തമുണ്ടായിട്ടുള്ള അകൃത്യങ്ങളെയും പാപത്തെയും അശുദ്ധിയെയും നീക്കി പാപപരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി ശരീരമെന്ന തിരശ്ശീല ചീന്തപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ ചീന്തൽ നിമിത്തം വഴി ഒന്നായി. ആ വഴിയുടെ പേരാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ സമം ദൈവരാജ്യത്തിലെത്തത്തില്ല. യേശു മനുഷ്യൻ്റെ പ്രോപ്പർട്ടി നോക്കി, വിദ്യാഭ്യാസം നോക്കി, സൗന്ദര്യം നോക്കി, പ്രായം നോക്കി, വീട് നോക്കി, സമ്പത്ത് നോക്കി, സെക്കുലറായ ഭൗതിക മണ്ഡലങ്ങളെ ഏതെങ്കിലും ഒന്നിനെ ലാക്കാക്കിക്കൊണ്ടല്ല ഇവിടെ വന്നത്. അത് പിന്നാലെ സമയം പോലെ പറയും. മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ ശാന്തി കൊടുക്കാൻ, ഉദ്ധരിക്കാൻ,
അവൻ ദൈവരാജ്യത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ഒന്ന് മണ്ണിൽ നിന്ന് വന്നു ശരീരം, രണ്ട് വിണ്ണിൽ നിന്ന് വന്നു ആത്മാവ്, താഴെ നിന്ന് മുകളിൽ നിന്നും വന്നു. താഴെ നിന്ന് വന്ന് താഴെയിട്ടും മുകളിൽ നിന്ന് വന്ന് മുകളിലേക്കും പോകുമ്പോൾ നരകം സ്വർഗം രണ്ട് ഇടമുണ്ടല്ലോ. ആ ഇടം ഉള്ളതുകൊണ്ട് പാവി നരകത്തിലേ പോകൂ. ആ പാവിയെ ഉദ്ധരിച്ച് സ്വർഗത്തിൽ കയറ്റാനാണ് യേശു വന്നത്. അതിനാണ് പറഞ്ഞത്, അവന് ശരീരം വന്ന തിരിശീല ചീന്തി ഇരുപക്ഷത്തെ ഒന്നാക്കി. അങ്ങനെ സാധിച്ചെടുത്ത ഈ പാവനമായ പവിത്രമായ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. വിട്ടുകളയരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം 19 പെട്ടെന്ന് വായിക്കാം. പത്രോസ് 1:18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടെടുത്തിരിക്കുന്നു എന്നറിയണം. നിങ്ങളെ വീണ്ടെടുത്തു. പൊന്നു കൊടുത്തല്ല എടുത്തത്. പൊന്നു കൊടുത്താൽ കിട്ടത്തില്ല. വെള്ളി കൊടുത്തല്ല കിട്ടത്തില്ല. വെള്ളി കൊടുത്തല്ല വാങ്ങിയത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് അവൻ വിലക്കെടുക്കുന്ന ആ വീണ്ടെടുപ്പായിരുന്നു സാധിപ്പിച്ചത്. സാധിപ്പിച്ച വീണ്ടെടുപ്പിനെ അതിൻ്റെ പാവനമായ നിലയിൽ കൈക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അനുകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എങ്കിൽ പോക്ക നരകത്തിലേക്കാ പോക്ക്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രിയരെ ഗൗരവമായി മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഞാൻ ചുരുക്കാൻ പോകുന്നു. തിരശ്ശീല ചിന്തയുടെ കാരണം വസ്തുതാപരമായി ആത്മീയ നിലവാരം, ആത്മീയ ആശയം ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തുടർന്നുള്ള എപ്പിസോഡിൽ പറയും. യേശു പ്രാണനെ വിടുന്നു, തിരശ്ശീല ചിന്തുന്നു. ന്യായപ്രമാണം വഴിമാറുന്നു, കൃപായുഗം പുലരുന്നു. ഇതാണ് ഇന്നത്തെ സന്ദേശം. അതിൻ്റെ പരസ്യമായ അടയാളമാണ് ഒന്ന് ഇപ്പം കണ്ടത്, ബാക്കി പിന്നാലെ. അപ്പം അതുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല ഇത്. പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. എപ്പിസോഡ് തീർക്കുക എന്നുള്ളതല്ല എൻ്റെ കാര്യം. കേൾവിക്കാരായ, താല്പര്യമുള്ളവരായ, മനസ്സുള്ളവരായവർക്ക് മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഈ സംരംഭം. അതുകൊണ്ട് 70 അടി നീളമുള്ള, 30 അടി വീതിയുള്ള, 4 ഇഞ്ച് കനമുള്ള, ദൈവത്തിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ച് പ്രത്യേക നൂലുകൊണ്ട് നെയ്തെടുത്ത, കൃത്യമായി തൂക്കിയിട്ടിരുന്ന തിരശ്ശീല മുകൾ തൊട്ട് കീറിയെന്ന് പറഞ്ഞാൽ മനുഷ്യനാർക്കും എത്തപ്പെടാത്തതായ 7 അടി നീളം. അവിടെ നിന്ന് ദൈവം നമ്പരാനത് കീറി. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ മറ്റു വിഷയങ്ങൾ പിന്നാലെ നമുക്ക് ചിന്തിക്കാം, ഓർക്കാം. ഇത് ഞാനിന്ന് തൊട്ടുവയ്ക്കുന്നു. അഥവാ ദൈവത്തിൻ്റെ യുഗപരിപാടിയെ പരിശോധിക്കുമ്പോൾ ഒരു യുഗം മാറുന്നു, മറ്റൊരു യുഗം വരുന്നു. അതിൻ്റെ ഫ്ലാറ്റ് ഫോം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബാക്കി അടുത്ത എപ്പിസോഡിൽ വരിക. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ സന്ദേശം കേട്ടവരായ എൻ്റെ ശ്രോതാക്കൾക്ക് ദൈവമേ ഇതറിയാനുള്ളൊരാഗ്രഹം ഇനിയും വർദ്ധിപ്പിക്കണമേ. അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ പരിശോധിക്കുവാൻ അവർക്കൊരു സന്തോഷം നൽകണമേ, താല്പര്യം നൽകണമേ. ആകാശം മാറും, ഭൂമി മാറും, ഈ പ്രപഞ്ചത്തിലെ സകലവും മാറുമ്പോഴും മാറാത്ത ഒന്നായ അങ്ങയുടെ തിരുവെഴുത്ത്, ആ തിരുവെഴുത്ത് പരിശോധിക്കാൻ അവരെ, കേൾക്കാൻ അവരെ മനസ്സൊരുക്കണമേ കർത്താവേ. അങ്ങനെ സംഭവിക്കട്ടെ, സാധ്യമാകട്ടെ, അങ്ങനെ ഉണ്ടാകട്ടെ. തിരുവെഴുത്തറിയാതെയാൽ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞ ആ തെറ്റിൽ നിന്നുള്ളൊരു മടങ്ങി വരവിന് ഇത് മുഖാന്തരമാകട്ടെ. ആകട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമീൻ.